അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നേരെ വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് താനെ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ കയറേണ്ടത്. ഏതാണ്ട് ഒരു 5 മണിയോടെ ആയിരുന്നു ട്രെയിൻ. പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി ഗൈസ്. 5 മണിയുടെ ട്രെയിനിന് ലേറ്റ് ആവണ്ടെന്ന് കരുതി ഒട്ടും കുറച്ചില്ല, 4 മണിക്ക് വന്നിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, മോളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്ത് തോന്നും? കാരണം ഇപ്പോൾ സമയം 6 മണിയായിട്ട് ഇവിടെ ട്രെയിൻ വന്നിട്ടില്ല. അപ്പോഴാ അതാ വിളിച്ചു പറയുന്നു ട്രെയിൻ 3 മണിക്കൂർ ലേറ്റാണ്, ട്രെയിൻ എത്തുമ്പോൾ 8 മണിയാകും. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഓവറും മിഡിലുമായിട്ടായിരുന്നു സീറ്റ്. അപ്പോൾ കയറിയ ഉടനെ മോൾക്ക് വിശക്കുന്നത് പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡ് കൊടുത്തു. ഇപ്പൊ സമയം 8:30ആണ്. മോൾ ഉറങ്ങി. ഞാൻ ഉറങ്ങാൻ വേണ്ടി നോക്കുന്നു. മൈഗ്രെയിൻ കാരണം ഒട്ടും ശരിയായില്ല ഓൾക്ക്. പിന്നെ എങ്ങനെയൊക്കെയോ ഉറങ്ങി എണീറ്റൊന്നും മാറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചായ കൂടി കിട്ടിയായിരുന്നെങ്കിൽ സുഖമായേനെ. പക്ഷെ ഇതുവരെ ചായ എന്നും പറഞ്ഞിട്ട് വന്നില്ല. മോൾ ഇതുവരെ ഉറക്കം എണീറ്റിട്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മോൾ ഉറക്കം എണീറ്റു. അങ്ങനെ നമ്മളെ മെരിയിലോട്ടേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇങ്ങനെ കുറച്ച് നേരം കർണാടക എത്തുന്നവരെ നല്ല രസമാണ് 2 സൈഡും കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരുപാട് ചായ കുടിച്ചു. ഇതിപ്പോ ഒരു 6ാമത്തെ ചായ ആയിരിക്കണം എൻ്റെ. ഏതാണ്ട് ഇപ്പോൾ രാവിലെ ഒരു 8:30 ആയി കാണണം. ഈ സമയത്ത് കൊടുത്തേക്കുന്ന ടൈം വെച്ച് കേരളത്തിൽ എത്തേണ്ടതാണ്. കേരളത്തിൽ കണ്ണൂർ കയറേണ്ടതാണ്. കുഴപ്പമില്ല, വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാഴ്ചകൾ കണ്ടൊക്കെ പോവാൻ പറ്റുന്നു. എൻ്റെ പ്രശ്നം അതല്ല. അതിൽ കൊടുത്തേക്കുന്ന ടൈം ഇപ്പോൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ രാത്രി 10:45 കൊല്ലത്തെത്താന്നാ പറയുന്നത്. ഈ 3 മണിക്കൂർ ലേറ്റ് ആയിട്ടില്ലായിരുന്നെങ്കിൽ രാത്രി 8:15 കൊല്ലത്ത് എത്തേണ്ട ട്രെയിനാണ്. ഏതാണ്ട് 1 മണിയോടെയാണ് കേരളത്തെത്തിയത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, കണ്ടിന്യൂസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചായ കിട്ടാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങിയൊക്കെ പോയി ചായയൊക്കെ മേടിച്ചു കുടിച്ചു. അതിനുശേഷം അങ്ങോട്ട് വിചാരിച്ചത്ര സുഖം കിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ചെറിയൊരു ബോഡി പെയിനൊക്കെ ഫീൽ ചെയ്യുന്നു. കാരണം നല്ല തണുപ്പായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ കുറച്ച് കൂടുതൽ തണുപ്പായതുപോലെ എനിക്ക് തോന്നുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങ് ടെൻഷൻ കയറി. നമ്മുടെ കാര്യം ആലോചിച്ചിട്ടല്ല, നമ്മളെ ഈ 1 വർഷത്തിനിടയ്ക്ക് വീട്ടിലോട്ട് പോകണല്ലേ. അപ്പം അടിച്ച് പൊളിച്ച് എല്ലാവരുമായിട്ട് നിൽക്കാനല്ലേ ആഗ്രഹിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പനിയും ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അത്രയും ഡേറ്റ്സ് നമ്മൾ കുറയല്ലേ. അപ്പം അത് ആലോചിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റേഷനെത്താറായി, ഏതാണ്ട് കൊല്ലം എത്താറായി. അപ്പോൾ നമ്മളെല്ലാം ബാക്കാക്കി വെച്ചു. പക്ഷേ എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് കേട്ടോ, നല്ല ടെൻഷൻ ഉണ്ട് അതിലുപരി. പിന്നെ സ്റ്റേഷനെത്തി, അപ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമായി. അപ്പോൾ ആ AC കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞില്ലേ, അപ്പം അതിൻ്റെ ഒരു ബോഡി പെയിൻ ആയിരുന്നു. ഒരു പാരസെറ്റമോളൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നേരായി. പിന്നെ അനിയന്മാരെല്ലാവരും കൂടി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 11:30 രാത്രി. അങ്ങനെ വീടെത്തി. അങ്ങനെ വീടെത്തി നമ്മൾ നേരെ വീട്ടിലോട്ട്. എല്ലാവരെയും കണ്ടു, വളരെ സന്തോഷം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പൊ പുതിയ വീഡിയോസ് ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.